ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് പൊന്നാര മുത്തുമണികളെ? എല്ലാവരും വർത്താനം. പെരുന്നാളൊക്കെ ഉഷാറായി കഴിഞ്ഞു. അതിൻ്റെ പെരുന്നാൾ ഇങ്ങനെ ചെറിയൊരു കുട്ടി വീഡിയോയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ചെമ്മീൻ ബിരിയാണി വെക്കുന്ന ചോറിന് വെള്ളം വെച്ചതാട്ടോ അത്. അപ്പം നമ്മൾ ഉള്ളിയും തക്കാളി നല്ലോണം വഴങ്ങി വന്നപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് നല്ല മൂത്ത വണ്ണം വരുന്നവരെ വഴറ്റി അതിൽ നമ്മൾ ചെമ്മീൻ ഇട്ട് തൈര്, ഗരം മസാല, മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പിലയും കൂടി ഇട്ടുകൊണ്ട് നമ്മൾ മസാലയുടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുന്നത്. നമ്മൾ പായസമൊക്കെ വെന്ത് നല്ല പാകമായി വന്നപ്പോൾ അണ്ടിപ്പരിപ്പും നെയ്യിൽ വഴറ്റിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറൊക്കെ വെന്ത് ചോറൊക്കെ അവിടെ ദമ്മിട്ട് സെറ്റാക്കി വന്നിട്ടുണ്ട്. ചിക്കൻ പൊരിച്ചു, പിന്നെ പായസം റെഡിയായിട്ടുണ്ട്. പിന്നെ വെണ്ടക്ക പുളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. പിന്നെ തൈര്, പിന്നെ എനിക്കാണെങ്കിൽ ബിരിയാണീൻ്റെ കൂടെ തേങ്ങാ ചമ്മന്തി ബെസ്റ്റാട്ടോ. തേങ്ങാ ചമ്മന്തിയും വെണ്ടക്കാപ്പുളിയും പപ്പയ്ക്ക് പെരും ഇഷ്ടാട്ടോ. ചെമ്മീൻ ബിരിയാണി ആണെങ്കിൽ പറയുകയും വേണ്ട കേട്ടോ. എത്ര ചെമ്മീൻ എവിടെ നിന്ന് കിട്ടിയാലും വാങ്ങുകയും ചെയ്യും. വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വെച്ച ചോറ് മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് നമുക്ക് ചെമ്മീൻ ബിരിയാണി വെക്കാം അമ്മ എന്ന് പറയും കേട്ടോ. ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ പ്രാവശ്യം ചെമ്മീൻ കിട്ടിയപ്പോൾ നമ്മൾ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ചെമ്മീൻ ബിരിയാണി ആക്കാമെന്ന് പറഞ്ഞു കേട്ടോ. പെരുന്നാളൊക്കെ അങ്ങനെയാണ് കഴിഞ്ഞു പോയിട്ടോ. പപ്പ മരിച്ചിട്ട് രണ്ടാമത്തെ പെരുന്നാളാണ് കഴിഞ്ഞ വർഷം, ഈ വർഷം കൂടിയിട്ടോ. അപ്പോൾ ഒരു അയലൊക്കെ അങ്ങനെ പെരുന്നാൾ വലിയ ഉഷാറും ഇല്ലാതൊക്കെ ആയിട്ട് അങ്ങനെ പോയി. വീഡിയോ ഒന്നും ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ കുറച്ച് വീഡിയോ ഇങ്ങനെ എടുത്തതാണ് ഞാൻ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചോറൊക്കെ ഒരു 11 മണിയാകുമ്പോൾ ഞാനും മക്കളും കഴിക്കാൻ നിൽക്കുക കേട്ടോ. ഒരു നേരത്തെ ചായ കുടിച്ചുകൊണ്ട് അവർക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ജ്യേഷ്ഠത്തി പിന്നെ 1-ാം പെരുന്നാൾ അവിടെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അവളും മളിയാക്കിയൊക്കെ വരണ്ടേ അറിഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ടാണ് അവർ വന്നത് കേട്ടോ. പിന്നെ ആങ്ങളെയും കുട്ടികളും ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജ്യേഷ്ഠത്തിൻ്റെ അവിടെ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഞങ്ങൾ ചോറയൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് കിടന്നൊക്കെ ഒന്ന് ഉറങ്ങി എണീറ്റ് പിന്നെ മരുന്നിക്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം ആങ്ങളുടെ മോളെ കെട്ടിച്ച വീട്ടിൽ പോയിട്ട് ഞങ്ങൾ അവിടെ പോയി. പിന്നെ അവിടുന്ന് രാത്രിക്കത്തെ ഭക്ഷണം അവിടുന്ന് കഴിച്ചിട്ട് പിന്നെ എൻ്റെ വീട്ടിലൊക്കെ പോയി. ഉമ്മാൻ്റെ അവിടേക്ക് ഒന്ന് പോയി, അമ്മേൻ്റെ അവിടേക്ക് ഒന്ന് പോയിട്ടാണ് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.